നമസ്കാരം. കരുനാഗപ്പള്ളിയിൽ ജാമ്യത്തിലിറങ്ങിയ അലുവ അതുൽ എന്ന ഗുണ്ടയെ കൊട്ടേഷൻ ഗുണ്ടകൾ അരുംകൊല ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു ഞെട്ടലായിരുന്നു. ദീർഘനാളായി കരുനാഗപ്പള്ളിയിൽ തുടർന്നു വരുന്ന ഗുണ്ടാ കുടിപ്പകയാണ് അലുവ അതുലിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഗുണ്ടാലോകത്തേറെ സുപരിചിതനായിരുന്നു ഇന്നലെ നടുറോഡിൽ കൊല്ലപ്പെട്ട അലുവ അതുൽ. അച്ഛന്റെ അലുവ കച്ചവടത്തിലൂടെ അലുവ അതുൽ എന്ന പേര് വീണ ഗുണ്ടാ നേതാവിനെ മാസങ്ങൾ നീണ്ട കൃത്യമായ ആസൂത്രണത്തിലൂടെ ജിം സന്തോഷ് പക്ഷം നടുറോഡിൽ വെട്ടിത്തീർത്തു. അലുവയോടുള്ള അമിതമായ താൽപര്യം കാരണമാണ് ഇയാൾക്ക് ഈ പേര് വീണത്. എന്നാൽ പേരിനപ്പുറം ക്രൂരമായ സ്വഭാവമായിരുന്നു അതുലിൻ്റേത്. എതിരാളികളെ നേരിടുമ്പോൾ കാൽമുട്ടുകൾ ചുറ്റികയ്ക്ക് അടിച്ചു തകർക്കുന്നത് അതുലിന്റെ സ്ഥിരം രീതിയായിരുന്നു. മർദ്ദനമേറ്റവൻ പിന്നീട് ഒരിക്കലും എഴുന്നേറ്റ് നടക്കരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്രൂരത ചെയ്തിരുന്നത്. അലുവ അതുലിനെ കൊലപ്പെടുത്താൻ എതിരാളികൾ പുറത്തെടുത്തത് അതുലിന്റെ തന്നെ മാർഗമായിരുന്നു. എതിരാളിയെ അങ്ങേയറ്റം ക്രൂരമായി മർദ്ദിക്കുക എന്നതാണ് അലുവ അതുലിന്റെ ലൈൻ. ആ ഒരു പക്ഷം തന്നെയാണ് കൊലപാതകത്തിലെ മുഖ്യ സൂത്രധാരനായ ബ്ലാക്ക് വിഷ്ണുവും സ്വീകരിച്ചത്. വിഷ്ണുവായിരുന്നു ഈ കൊലപാതകം കൃത്യമായി ആസൂത്രണം ചെയ്തത്. നാടിനെ നടുക്കിയ കരുനാഗപ്പള്ളി കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് 6 പേരായിരുന്നു. അനീർ, ഷംനാദ്, വിഷ്ണു, ഹുസൈൻ, ആഷിഖ്, നൌഫൽ. ഇക്കൂട്ടത്തിൽ ഏറ്റവും അപകടകാരിയെന്ന് നാട്ടുകാരും ഗുണ്ടാ സംഘങ്ങളും പറയുന്നത് വിഷ്ണുവിനെയാണ്. 29കാരനായ വിഷ്ണുവിനെ ബ്ലാക്ക് വിഷ്ണുവെന്നാണ് വിളിക്കുന്നത്. ഇത് അയാളുടെ ക്രൂരമായ ശൈലി കൊണ്ടായിരുന്നു. ആരെ ആക്രമിച്ചാലും ആദ്യത്തെ പ്രഹരം കാലിലായിരിക്കും. ഇര ഓടുന്നില്ലെന്ന് ഉറപ്പുവരുത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കരടിയും ഇരയുടെ കാലിലാണ് ആദ്യം പിടിക്കുന്നത്. ഇതിന്റെ സമാനതകൾ കണക്കിലെടുത്താണ് വിഷ്ണുവിന് ബ്ലാക്ക് വിഷ്ണുവെന്ന പേര് വീണത്. വാളുകൊണ്ട് എല്ല് മുറിയുന്ന രീതിയിലാണ് വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നത്. കൊല്ലപ്പെട്ട അതുലും സമാനമായ ക്രൂരമർദ്ദനങ്ങൾക്ക് പേരുകേട്ട ആളാണ്. രക്തം കണ്ടാൽ ആനന്ദിക്കുന്നവൻ എന്നാണ് ഗുണ്ടാ സംഘങ്ങൾ അതുലിനെയും വിളിച്ചിരുന്നത്. പകരം വീട്ടാൻ നടക്കുന്നവരോട് പറയാനുള്ളത് എന്ന ടൈറ്റിലിൽ കൊല്ലപ്പെട്ട അതുൽ മുൻപ് പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം റീലുകളാണ് കൊലയാളി സംഘത്തിന് അതുലിനോടുള്ള കലിപ്പ് മൂപ്പിച്ചത്. കരുനാഗപ്പള്ളി പുതിയകാവിലെ പെട്രോൾ പമ്പിന് മുന്നിൽ CCTV ക്യാമറകൾക്ക് മുൻപിലായിരുന്നു ആ കൊലപാതകം. അതുൽ സഞ്ചരിച്ച കാറിന് മുന്നിൽ ഒരു കറുത്ത കാർ തടസ്സമുണ്ടാക്കി പമ്പിനുള്ളിലേക്ക് കയറി. ഈ സമയത്ത് പുറകിൽ ചീറിപ്പാഞ്ഞെത്തിയ ഇന്നോവ അതുലിന്റെ കാറിനെ ഇടിച്ചു തെറിപ്പിച്ച് ദേശീയപാതയുടെ പണി നടക്കുന്ന വലിയ കുഴിയിലേക്ക് മറിച്ചിട്ടു. ക്രൂരമായാണ് അതുലിനെ കൊലപ്പെടുത്തിയത്. തലയോട്ടി വെട്ടിപ്പിളർത്തി. ശരീരത്തിൽ ആഴത്തിലുള്ള 7 വെട്ട്. ഇടത്തെ കാലിൽ 4 വെട്ടേറ്റു. വലത്തെ കാലിൽ 1 വെട്ട്. വലത്തെ കൈയിൽ 1 വെട്ടും. കരുനാഗപ്പള്ളിയിൽ ഇപ്പോഴും ഗുണ്ടാ കുടിപ്പക അവസാനിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുൽ പ്രതിയായ ജിം സന്തോഷ് എന്ന സന്തോഷിന്റെ കൊലപാതകം നടന്ന് 1 വർഷം തികയാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സംഭവം ഉണ്ടായത്. 2 കൊലപാതകങ്ങളും നടന്നത് സിനിമാ സ്റ്റൈലിലായിരുന്നു. ഓച്ചിറ സ്വദേശിയായ പങ്കജിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ കഴിയുന്നയാളായിരുന്നു ജിം സന്തോഷ്. 2025 മാർച്ച് 27 പുലർച്ചെ 2:15 വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവ സ്ഥലത്തെത്തിയ ഉടൻ തന്നെ ഇവർ സന്തോഷിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു. പിന്നാലെ ഒരു വാതിൽ ചവിട്ടി തുറന്നു. ആ മുറിയിൽ സന്തോഷിന്റെ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ അടുത്ത മുറിയുടെ വാതിലും ഇവർ ചവിട്ടി തുറന്നു. ആ മുറിയിലായിരുന്നു സന്തോഷ്. സന്തോഷിന്റെ കാലിവർ വലിയ ചുറ്റിക ഉപയോഗിച്ച് തകർത്തു. അതിനുശേഷമായിരുന്നു വെട്ടിക്കൊലപ്പെടുത്തിയത്. അതേസമയം ഇന്നലെ രാത്രി തന്നെ പോലീസ് പ്രതികളെ പിടികൂടിയിരുന്നു. കൊല്ലം കരുനാഗപ്പള്ളിയെ നടുക്കിയ കൊലപാതകത്തിന് ശേഷം മുണ്ടക്കയം വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു അതുൽ കൊലപാതകത്തിലെ പ്രതികളുടെ നീക്കം. മുണ്ടക്കയം കോസ്വ ജംഗ്ഷനിലെ പോലീസ് പരിശോധനയ്ക്കിടയിലാണ് പ്രതികൾ സഞ്ചരിച്ച വാഹനം ശ്രദ്ധയിൽപ്പെട്ടത്. പോലീസിനെ കണ്ടതോടെ വാഹനം വെട്ടിച്ചു കടന്ന സംഘത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ ജോൺസൺ AJ തിരിച്ചറിഞ്ഞു. തന്റെ കൺമുന്നിലൂടെ കൊലയാളി സംഘം പാഞ്ഞു പോകുമ്പോൾ ഒട്ടും വൈകാതെ ഒരു പിക്കപ്പ് ലോറിയിൽ അദ്ദേഹം അവരെ പിന്തുടർന്നു. ഈ മനക്കരുത്തിന് മുന്നിലാണ് കൊലയാളി സംഘത്തിന്റെ തമിഴ്നാട് പ്ലാൻ പാളിയത്.